വാമോളെ. നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പാതാളം പീലാണ്ടി, KKP സംസ്ഥാന പ്രസിഡന്റ്. ഹായ് പീലാണ്ടി ചേട്ടാ, സുഖമല്ലേ? സുഖമാണ് സുനീഷ്. ഞാനിപ്പോ ഈ ലൈവ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവന്മാരെ കണ്ടോ? യുവമാർ നമ്മുടെ ഹർത്താൽ പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ഇത്തരക്കാർക്ക് ഒരു പാഠമായിരിക്കണം KKP. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നത്. കണ്ടോ KKPയുടെ ശക്തി കണ്ടോ? ഞാനിതാ വെല്ലുവിളിക്കുന്നു. ഇനിയും ധൈര്യമുണ്ടെങ്കിൽ വാടാ, വാടാ. ഓടിക്കോ, അത് വേറെ പാർട്ടിക്കാരാ. ഇതാ നീ അവന്റെ ഫോണല്ലേ? അവൻ എന്റെ ഫോൺ അടിച്ചു പിടിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ തല്ലുകൊണ്ടിരുന്നപ്പോ അവന്റെ ഫോൺ അടിച്ചു മാറ്റി. നല്ല റേഞ്ച് ഉണ്ട്. നീ അവരെ വിളിച്ച് കാര്യം പറ. ഇവിടെ നിർത്തി അവിടെ തന്നെ. ഇനി സ്റ്റാർട്ടായില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുതിട്ടാ. ഹലോ ഹലോ കേട്ടേ? ഇവന് നിങ്ങളുടെ ഫോണ്. ഹലോ, എന്താടാ എന്തുറ്റി? അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറഞ്ഞ് സമയത്ത് എത്തില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവില്ലേ? എടാ അതിനിപ്പോ 9 മണിയിലായിട്ടുള്ളൂ. ഇവിടെ 1/2 മണിക്കൂറിൽ വെള്ളത്തൂലെത്താന്നല്ലേ അവര് പറഞ്ഞു. നിന്നെ മുഹൂർത്തത്തിന് മുമ്പ് ഞാൻ അവിടെ എത്തിക്കാം. നീ വണ്ടിക്കരേ. എനിക്ക് തോന്നല്ല നമുക്ക് എത്താൻ പറ്റുന്നു. നീ നിന്നെ കൊച്ചു പിള്ളേരെ പോലെ സാബു ഒന്നും പറഞ്ഞു കൊടുത്തടാ. എടാ ഇപ്പൊ ഇവിടെ നിന്ന് സമയം കളയണ്ട, നീ കാറി കയറ്. ഞാൻ എത്തിക്കാം മുഹൂർത്തത്തിന് മുമ്പ്. നീ വണ്ടിക്കരേ കയറ്. വാ സാബു, വണ്ടി എടുക്ക. താക്കൂല വേണോടാ? പിടിച്ചിരുന്നോ? എന്നറിയാം. ഇനിയിപ്പോ ചടങ്ങുകൾക്കൊന്നും സമയമില്ല.
ഒന്ന് താലിയിട്ട്. നീ പേടിച്ചു പോയോ? നീ അത് ഓഫായിക്ക്. അങ്ങനെ കല്യാണം ഓക്കെ, സമാധാനമായി, വീട്ടുകാർ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി വേറെ ആരെങ്കിലും കിട്ടിയെങ്കിലോ? നീ ഒന്നും ഉണ്ടായിരുന്നേ? ഞാൻ മിണ്ടായിരുന്നിട്ട് എന്താ കാര്യം? കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞ് നാട്ടുകാർ നമ്മളെ കയറി മേയുമെന്ന് എൻ്റെ പേടി. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നും തോന്നണില്ല. വാ ഒന്ന് പോയി നോക്കാം. പണി പാളി ഓടിക്കോളണേ. പോണോടാ. ലോകത്ത് ആദ്യമായിട്ട് ഇതിടാതെ കല്യാണം കഴിക്കണ ഇവനായിരിക്കും അല്ലേ? നീ വാ. കനത്ത പോളിംഗ് നടത്തണം. വിശന്നിട്ടേ കണ്ണും വേറെ തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോയി. അത് ശരിയാ, നല്ലോണം കയറ്റാം. ഓളിക്കണം. അകത്തേലെ കളക്ഷൻ ഉണ്ടാവും. അതെ. നമുക്ക് നമ്പറൊക്കെ മേടിക്കാം. ചെറിയ ഓ ഭാഗ്യം, ഹാപ്പിയായി. പൊളിച്ച്. അവനെന്തി ഇവന് താരം കൊണ്ട് പോയി? ആര്? റോയി. Stop it. Yes, madam. Hello. Hello, madam. Okay, James. Thank you. I will call you back. Okay, Roy. Sorry. Thank you for your cooperation. It's okay, ma'am. Follow him. എടാ റോയി, പെട്ടെന്ന് കേട്ടടാ. ചവിട്ടണ്ട, വിട്ടു. ചേട്ടാ ചേട്ടാ നിർത്തടാ ചേട്ടാ. നോക്കി ഇതായി. വണ്ടി വിട്ടെന്ന് പറഞ്ഞു. വണ്ടി കൊണ്ടിട്ട് വേഗം വാ. മാഡം, ഇവരൊക്കെ എന്നെ സാറേ എനിക്കൊന്നും അറിയില്ല. സാറേ എന്താ ഇതൊക്കെ? നിനക്കറിയില്ല അല്ലേ? സത്യമായിട്ട് എനിക്കറിയില്ല. പറയടാ, നിനക്കറിയില്ലേ? സാറേ എനിക്കറിയില്ല. സാർ എനിക്ക് എവിടെയാ പണം? സാറേ ഏത് പണം? എനിക്കൊന്നും അറിഞ്ഞൂടാ. ബാങ്കിൽ നിന്ന് അടിച്ചു മാറ്റി പണത്തിന്റെ കാര്യം ചോദിച്ചത്. പണം എവിടാന്ന് പറഞ്ഞില്ല, നിന്നെ വെട്ടി പീസായി കളയും. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാർ. നിനക്കൊന്നും അറിയില്ലല്ലേ? പിന്നെ എന്തിനാ നീയും നിന്റെ മറ്റവള് മാഗിയും കൂടി ഇത്രയും കോളുകൾ ചെയ്തിരിക്കുന്നേ? തോമസ്,
ഇവിടുത്തെ എൻ്റെ സ്റ്റാഫിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും ലാസ്റ്റ് 3 months മൊബൈൽ ആൻഡ് ഡാറ്റ ഡീറ്റെയിൽസും ഇമ്മീഡിയറ്റ്ലി കളക്ട് ചെയ്യണം. ഇവള് പറഞ്ഞ കഥയൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. സത്യം എന്താണെന്ന് നിന്റെ വായിന്ന് തന്നെ ഞങ്ങൾക്കറിയണം. പറ്റിപ്പോയി. എല്ലാത്തിനും കാരണം ഞാനാ. എൻ്റെ അത്യാഗ്രഹവും. എനിക്കവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ മാഗി നിർബന്ധിച്ചിട്ടാ അവളോട് പറയാൻ അന്ന് ഞങ്ങൾ ആ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്തത്. പിന്നീട് എൻ്റെ ചിന്ത അവരുടെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കാമെന്നായിരുന്നു. അതിനുവേണ്ടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്തു. എന്താ റോയ് ഇത്? എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഇല്ലേ? സൊല്യൂഷൻ? ഈ കല്യാണം നടക്കരുത്. അവളില്ലാതെ എനിക്ക് പറ്റില്ല. നീ എന്നോട് നിൽക്കില്ലേ? എടാ അമ്മയാണ്. അമ്മ, റോയിയാണ്. ആനന്ദൊരു മീറ്റിംഗിലാണ്. എന്തായി മോനെ, ആനന്ദിനെ ഇവിടുന്ന് തിരിക്കാറായോ? ഇവിടെ എല്ലാരും അവന് വേണ്ടി കാത്തിരിക്കുക. ഇല്ലമ്മ, മീറ്റിംഗ് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും. അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. റോയി, നാളെ ഹർത്താലാണെന്ന് ടിവിയിലൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോരാൻ നോക്ക്. ആണോ? അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളൊരു ടാക്സി എടുത്ത് വന്നോളാം. അധികം താമസിയാതെ വരണേ മോനെ. ആനന്ദ് വരുമ്പോ വിളിക്കാൻ പറയണേ. ഓക്കെ അമ്മ. ഹർത്താലിൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. പക്ഷേ ആനന്ദിനോട് ഞാനത് ബോധപൂർവ്വം മറച്ചു വെച്ചു. ഇനി എങ്ങനെ ആ കല്യാണം നടത്താതിരിക്കാം എന്നുള്ളതായി പിന്നെ എൻ്റെ ചിന്ത. ഇതാവണ്ട. നമുക്കേ അവനൊരു സ്മോൾ ഗിഫ്റ്റ് കൊടുത്താലോ? ഐഡിയ. അങ്ങനെ പട്ടഴ് മാത്രം പുണ്യാളാവണ്ട. ഇതാ കുറച്ച് മതിട്ടാ. മതിന്ന്. എടാ
നിങ്ങൾ ഇത് റെഡി ആയില്ലേ? നീ ധൃതി പിടിക്കല്ലേ, ജസ്റ്റ് ഇപ്പോൾ വണ്ടിയായിട്ട് വരും. നീ അവിടെ ഇരിക്കി, ഞാനിപ്പോൾ റെഡിയാവാ. ആ ജസ്റ്റിനെ പറയടാ. എന്താടാ? ജസ്റ്റും വരില്ല. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് ഓക്കെ, ഞാൻ വരാടാ. പട്ടേ എല്ലാം ഓക്കെ. ഇപ്പൊ നിനക്ക് സമാധാനമില്ലേ? പക്ഷേ എൻ്റെ പദ്ധതികളൊക്കെ തകിടം മറിച്ചുകൊണ്ട് സാബു അവിടേക്ക് കയറി വന്നു. അയ്യോ എടാ ആനന്ദേ, എടാ ജിമ്മി, ശ്ശോ. എടാ ജിമ്മി, എടാ എടാ എണിക്കടാ. എന്താ? എടാ റോയി, എടാ നീയൊക്കെ കൊല പറ്റാണ്, എണിക്കടാ. ദൈവം. എടാ ഈ വെള്ളവും തീർന്നല്ലോ. എടാ ഒന്ന് എണി. എടാ നീ പിടിച്ച അവനെ പിടിച്ച എണി വലിക്ക്. എടാ അപ്പടി മാറ്റേ എടുക്ക വലിക്ക്. എടാ സമയത്ത് ദൈവമേ മുടിയൊക്കെ കത്തിയില്ല. നേരം വിളിത്തല്ല, കുറച്ച് കഴിഞ്ഞ കല്യാണമാണ്. കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാമെന്നും വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുമുള്ള മാഗിയുടെ മെസ്സേജ് എനിക്ക് വന്നു. ഏത് നേരത്താണ് നിന്റെ ഒപ്പം വരാൻ തോന്നിയ? മുടിയും പോയി 10 കല്യാണം, എല്ലാത്തിനും കാരണം ഇവനാണ്. ഞാൻ ചെയ്ത് എടാ നീയൊക്കെ കൂടി എനിക്ക് എന്താ? എന്താണത്? പൂർണ്ണ സമയത്ത് എത്തിച്ചാ പോരെ? ഞാൻ എത്തിക്കാം അവിടെ. ആണ് മാറുന്നത്. ജിമ്മി, എന്റെ കല്യാണം അങ്ങനെ മുടങ്ങാണ്ടല്ല, നീയാണ് ഉത്തരവാദി. വണ്ടി നിർത്തിക്കും. എന്റെ മുള്ള മുട്ടിയ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. വണ്ടി നിർത്തലേ, വണ്ടി വെള്ളത്തൂര് നിർത്തിയാൽ മതി. അവന്റെ ഒരു മൊബൈല്. വഴിയിൽ വെച്ച് ഹർത്താലുകാരെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ആശ്വസിച്ചു. പക്ഷേ ആ തടസ്സവും പെട്ടെന്ന് തന്നെ മാറി. എന്റെ പൊന്ന് ചേട്ടാ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ കല്യാണം കഴിക്കും. അവിടുത്തെ കാര്യങ്ങൾ മാഗി എന്നെ കൂടെ കൂടെ അറിയിക്കുന്നുണ്ടായിരുന്നു. അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമെന്ന് ഞാൻ കരുതി. ഒന്നും വേണ്ടായിരുന്നു. അവന് വേണ്ടി ദൈവം നിശ്ചയിച്ച പെണ്ണാവള്. അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ കയറി. നിന്റെ പ്രേമകഥയല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പൈസ എവിടെ നിന്ന് പറയണം? സർ, അവൻ പറയുന്നതല്ല സത്യം. മാഡം, രണ്ടുപേരുടെ സ്റ്റേറ്റ്മെൻറ്റുകളും സെയിമാണ്. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ
അപ്പൊ എന്റെ പണം എവിടെ? ഹലോ